ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ, അത് നമുക്ക് എങ്ങനെ ഒരു ഐഫോണിനെ പോലെ ആക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് എനി ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ, നമുക്ക് ഐഫോണിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്ത് ഐഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ആപ്ലിക്കേഷൻസും ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ ഒരു ഡ്രൈവ് ഫയലിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ ഈ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. iOS 17 എന്ന് പറഞ്ഞ സിപ്പ് ഫയലിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ലുക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. എന്നിട്ട് നിങ്ങളതൊന്ന് ഡീകംപ്രസ് ചെയ്തെടുക്കുക, അഥവാ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫോൾഡർ കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 4 ഇത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു APK ഇൻസ്റ്റാൾ ചെയ്യുക. iLauncher പറഞ്ഞ APK ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ആഡ്സ് ഒന്നും കാണത്തില്ല. ഞാനത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് വൈറസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻസ് പറഞ്ഞ ആ ഒരു ഫോൾഡറിലോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഒരു 7 സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്ന് റിഫർ ചെയ്യേണ്ടി വരും. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആപ്സ്. അപ്പം ഞാനിത് 7 ഇൻസ്റ്റാൾ ചെയ്യാണ് നമ്മളെ ഫോണിലോട്ട്. ഐ തിങ്ക് ഇതൊരു ആൻഡ്രോയിഡ് 6 ആൻഡ് എബോവ് ഉള്ള എല്ലാ ഫോണിലും വർക്ക് ചെയ്യും. ചിലപ്പം 4 ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. 4 ഒന്നും ഇപ്പോൾ ആരുടെ അടുത്തും ഇല്ലയെന്നാണ് മൈ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഐക്കൺസ് ഉള്ള ഫോട്ടോ ആണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഐക്കൺസും പിന്നെ വാൾപേപ്പറും കാണാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നിങ്ങൾ iLauncher പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ലോഡിങ് കാണാം. ദെൻ നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിച്ചതാണ്. നിങ്ങൾ ഈ പെർമിഷൻ എലോ കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് ക്ലോസ് കളയുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് ഫസ്റ്റ് തന്നെ ലോക്ക് സ്ക്രീൻ സെറ്റ് ചെയ്യാം. നിങ്ങൾ ക്യാമറ പെർമിഷൻ കൊടുക്കുക. ലിസൺ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ iLauncher സെലക്ട് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ്റെ ആക്സസും കൊടുക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ അക്സസിബിലിറ്റി പെർമിഷൻ കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൺട്രോൾ പാനലൊക്കെ വരുമ്പോൾ അതിന് വൈഫൈ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ വേണ്ട പെർമിഷൻസ് മാത്രമാണ്. ഓക്കെ, ദെൻ നിങ്ങൾ പ്രിവ്യൂ ലോക്ക് സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളെ ഐഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ കാണാം. നിങ്ങളെ ഫസ്റ്റ് തന്നെ എനേബിൾ ലോക്ക് സ്ക്രീൻ ക്ലിക്ക് ചെയ്യണം. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൻ്റെ ആ ഒരു ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈവൻ വേണമെങ്കിൽ പാസ്വേഡൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം പാസ്വേഡ് കൊടുക്കേണ്ടവർക്ക് പാസ്വേഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ കാണാൻ പറ്റും. ഞാനിതൊന്ന് ടേൺ ഓഫ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ ലോക്ക് സ്ക്രീൻ കാണാൻ പറ്റി. സോ നമുക്കതിൻ്റെ മുമ്പ് ആ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ലോക്ക് സ്ക്രീൻ ഒന്ന് ഡിസേബിൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് ഡിസേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ അറിയുന്നതല്ലേ, നിങ്ങൾ ജസ്റ്റ് ആ നോൺ കൊടുക്കുക. ആ ഭാഗം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സെക്യൂരിറ്റി റീസൺസ് കാരണം. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളെ ഫോൺ ടേൺ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ആ ഒരു ലോക്ക് സ്ക്രീൻ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പാസ്വേഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. എനിക്ക് വേണ്ട, ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പാസ്വേഡ് ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി. 2 പ്രാവശ്യം പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിക്കോളും. നെക്സ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആ വിടുത്തുമായിട്ട് നിങ്ങൾ മൊത്തം ഇട്ടേക്കുക. ആൽഫ ഫുള്ള് കുറച്ച് വെക്കുക. ഓക്കെ, ഇതെൻ്റെ സജഷനാണ്. ഇനി നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്നും താഴോട്ട് വലിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഐഫോണിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ആയി വരും. വീണ്ടും മുകളിലോട്ട് പൊക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെൻറ്റർ വരും. ഏറ്റവും അടിയിൽ നിന്ന് പൊക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്കറിയില്ല ഐഫോണിൻ്റെ ബേസിക് കൺട്രോൾസൊക്കെ സെയിം ലൈക്ക്. ദെൻ നിങ്ങൾക്ക് വാൾപേപ്പർ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ കൊടുക്കാം, കലണ്ടറിൻ്റെ ലൊക്കേഷൻ്റെ. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ കാണിക്കും, നിങ്ങൾ നോക്കണ്ട, ക്യാൻസൽ അടിക്കാം. ദെൻ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ വാൾപേപ്പർ നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ വേണമെങ്കിൽ ഇങ്ങനെയാക്കാം, വേണമെങ്കിൽ വെള്ളയാക്കാം, കറുപ്പാക്കാം. ഞാൻ അവിടെ കറുപ്പിടാണ്. ദെൻ നിങ്ങൾക്ക് ആ സൺഡേ സെപ്റ്റംബർ 1 സംഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. എനിക്ക് വേണമെങ്കിൽ ഇതിട്ട് ഞാനത് കൊടുത്തു. ഓക്കെ, അപ്പം അതായി ആ രീതിയിലായി. ഇതിൻ്റെ വാൾപേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫ്രം ഗാലറി കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ആ വാൾപേപ്പർ നിങ്ങളോട് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കാം, ഡൺ. നിങ്ങൾക്കിപ്പോൾ iPhone 15 വാൾപേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാൾപേപ്പർ സെലക്ട് ചെയ്യണം. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഈ 15 പ്രോൻ്റെ ആ വാൾപേപ്പർ സെലക്ട് ചെയ്യാണ്. ഞാൻ അവിടെ കസ്റ്റമൈസ് ചെയ്യാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് കൊടുക്കുകയാണ്, എനിക്ക് വൈറ്റാണ് ഇഷ്ടം. ഈ ബ്ലൂ നല്ല രസമുണ്ടല്ലേ, ബട്ട് വൈറ്റ്, സ്റ്റിൽ വൈറ്റ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ആ ഒരു താഴെയുള്ള സ്ക്വയർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതിനെന്താ പറയുക, വിഡ്ജറ്റ്സ് എന്നാ പറയുക. ഐഫോൺ യൂസേഴ്സിൻ്റെ ഒന്ന് പറയട്ടോ,
ഓക്കെ. അല്ല ഐഫോൺ യൂസേഴ്സ് എന്തെങ്കിലും വീഡിയോ ആണ് ആർക്കറിയാം, എന്താ ചേട്ടാ ഉണ്ടെങ്കിൽ പറ. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ കൺട്രോൾ സെൻറ്റർ, ഇവിടെ റൈറ്റ് സെറ്റിങ്സ് കൊടുക്കണം, അത് നിങ്ങൾ കൊടുത്തേക്കുക കേട്ടോ. ഓക്കെ. ദെൻ അത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എനേബിൾ കൺട്രോൾ സെൻറ്റർ എന്നാണ്, അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. റീസൈസ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ വിടുത്തും ഹൈറ്റും ഫുള്ളും ആൽഫ ഫുള്ള് കുറച്ച് വെക്കാം. ദെൻ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് ആ വോളിയം എഫക്റ്റും വേണേൽ വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ആ ഒരു വോളിയം എഫക്റ്റ് കിട്ടും. ഇത് ഓഫാക്കിയാൽ നിങ്ങൾ സാധാ ആൻഡ്രോയിഡിൻ്റെയും കിട്ടും. ഞാൻ ഏതായാലും ഓണാക്കി കാണാം, അതാണ് രസം. ഓക്കെ. ദെൻ നിങ്ങൾക്കിവിടെ കൺട്രോൾസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഇതാണ്ടില്ലേ, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ദെൻ നിങ്ങൾക്ക് അസിസ്റ്റീവ് ടച്ച് ഉണ്ട്. അസിസ്റ്റീവ് ടച്ച് നിങ്ങൾ എനേബിൾ അസിസ്റ്റീവ് ടച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അസിസ്റ്റീവ് ടച്ച് ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ഇതാണ് നമ്മൾ അസിസ്റ്റീവ് ടച്ച്. നിങ്ങൾക്ക് ഇതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഡൈനാമിക് ഉണ്ട്, അതടക്കം ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എനേബിൾ കൊടുക്കുക, നിങ്ങൾക്ക് ഡൈനാമിക് കറണ്ടായി, നിങ്ങളുടെ മൊബൈൽ ഡൈനാമിക് കറണ്ടുമായി. ഓക്കെ. നിങ്ങൾ ആ മേലുള്ള ആ നോർച്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൊസിഷനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ നോർച്ച് അനുസരിച്ചിട്ട് പഞ്ച് ഹോൾ നോർച്ചൊക്കെ ആണെങ്കിലായിരിക്കും. ഓക്കെ. ദെൻ നിങ്ങൾക്ക് മേക്ക് ഡിഫോൾട്ട് ലോഞ്ചർ, ഐഫോൺ ലോഞ്ചർ, ലോഞ്ചർ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഐഫോൺ റെഡി. ഇതാ നിങ്ങൾ ഐഫോണിൻ്റെ ആ ഒരു ഹോം സ്ക്രീൻ സെയിം സെറ്റപ്പ്. നിങ്ങൾക്ക് ഐക്കൺസൊക്കെ ഇത്തിരി വ്യത്യാസം കാണാം, അതൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ. അതൊക്കെ മാറ്റേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമുക്ക് ഐഫോൺ ലോഞ്ചറിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് ലേ ഔട്ട് എന്ന് പറഞ്ഞ ടാബ് കാണാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തീം മാറ്റാം. ഞാൻ ഇവിടെ ഡാർക്ക് കൊടുത്താൽ എനിക്ക് ഡാർക്ക് തീം കിട്ടും. എനിക്ക് ഡാർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഐഫോൺ 8 ഡോക്ക് സ്റ്റൈൽ കാണാം. അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പണ്ടത്തെ ഐഫോൺ 8ൻ്റെ ആ ഒരു സ്റ്റൈൽ കിട്ടും. അത് പക്ഷേ എനിക്കിഷ്ടമല്ല, നമുക്കെപ്പോഴും ന്യൂജനല്ല ഇഷ്ടം. ഞാൻ ന്യൂജൻ തന്നെ സെലക്ട് ചെയ്യാണ്. ദെൻ വാൾപേപ്പറിൻ്റെ അത് നിങ്ങൾക്ക് പ്രീബിൽഡായിട്ട് കുറേ വാൾപേപ്പേഴ്സ് ആണ്. നിങ്ങൾ ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പർ വേണ്ടിയാണ്, ലോക്ക് സ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്താണ്, നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തില്ല ആ സംഭവം. ഓക്കെ. ദെൻ ചേഞ്ച് ഐക്കൺ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഐക്കൺസ് ചേഞ്ച് ചെയ്യാം. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഞാൻ 1-2 കാണിച്ചു തരാം. ക്രോമിൻ്റെത്. ഓക്കെ. ദെൻ വെയിറ്റ് എ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ലോഞ്ചറിൻ്റെ നമുക്ക് മാറ്റി വെക്കാം. ഈ ക്രോം ഇങ്ങനെയാണ് രസമല്ല, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ക്രോം സെലക്ട് ചെയ്താൽ ആ ഒരു ക്രോമായി, മനസ്സിലായോ? ഓക്കെ. ഞാൻ ആ ഗാലറീൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഞാൻ ഈ ലോഞ്ചറിൻ്റെ ഇത് മാറ്റി ഹോമിൻ്റെ ബട്ടൺ നിൽക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു ഐക്കണായി. ഇങ്ങനെയാണ് നമ്മൾ ഐക്കൺ മാറ്റുക. ദെൻ മാപ്പിൽ എനിക്കിതാണ് ഇഷ്ടം, ആ ഒരു സെറ്റിങ്സിൻ്റെ മുകളിൽ കറങ്ങുന്ന ആ ഒരു ബട്ടൺ കണ്ട അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഐക്കൺ കിട്ടുന്നതാണ്. മൊബൈലിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഐക്കൺ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ മെസ്സേജസ് നിങ്ങൾ നോക്ക്, ഇതല്ലല്ലോ നമ്മുടെ മെസ്സേജിൻ്റെ ചിഹ്നം ഐഫോണിൻ്റെത്, അത് നിങ്ങൾക്ക് ആ ഒരു ഗാലറീൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. നമ്മളിതാക്കി. ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഐക്കൺസിൻ്റെയും ഇത് മാറ്റി കൊടുത്തിട്ട് നിങ്ങളുടെ രീതി കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഐക്കൺസിൻ്റെ ഇത് മാറും. പിന്നുള്ള ബസ്സാണ് ലേബിൾ മാറ്റാൻ ലേബിൾസിൽ പോവുക. ഓക്കെ. അപ്പോൾ ഞാൻ ഒരെണ്ണം മാറ്റി കാണിച്ചില്ല. നിങ്ങൾ ആ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്തിൻ്റെ ലേബിൾ മാറ്റാം. ലേബിൾ മീൻസ് അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്ന ആപ്പിൻ്റെ പേര്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ആപ്പ് സ്റ്റോർ എന്നല്ലേ നമ്മൾ ഐഫോണിൽ പറയാം. അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് ആപ്പ് സ്റ്റോർ ആയി ഗൈസ്. ഓക്കെ. പിന്നെ ആപ്പ് സ്റ്റോറൊന്നും ഇതിൽ കൊണ്ടുവരാറ് എനിക്ക് ഐ തിങ്ക് നമ്മൾ നോർമലി നടക്കത്തില്ല എന്ന് തോന്നുന്നു. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇത് ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡാണ്. ദെൻ നിങ്ങൾക്ക് ആപ്പ് ലൈബ്രറി പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് ലൈബ്രറിയൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എല്ലാ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാം. പേജ് ട്രാൻസ്ഫോമർ ഇങ്ങനെ പല ഓപ്ഷൻസും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഒരു iOS 17 ആ ഒരു ലുക്കൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് ഓണാക്കി വെക്കുക. ദെൻ ഈ ഒരു സംഭവം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് റേറ്റ് ആപ്പ് കൊടുക്കുക. റേറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ റേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി, എന്നിട്ട് ക്ലോസ് ചെയ്യണം. പിന്നെ ആ ശല്യം വരില്ല, പിന്നെ അത് വരില്ല. ഓക്കെ. അപ്പം അതാണ് സെറ്റപ്പ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ ഐഫോൺ ആക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ സംഭവമല്ലേ, ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി വേണമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം, ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ വേറെ കാര്യം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഫോണിൻ്റെ ഡയലറും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോട്ട്സും കോൺടാക്ട്സും ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആ റേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്ലീസ് റേറ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് റേറ്റ് കൊടുക്കുക, റേറ്റ് ചെയ്യേണ്ട, എന്നിട്ട് ഹോം ബട്ടൺ അടിച്ച് നിങ്ങൾ ക്ലോസ് ആപ്സ് ചെയ്ത് കളയുക. പിന്നെ ആ ശല്യം നിങ്ങൾക്ക് വരുന്നതായിരിക്കില്ല. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ജസ്റ്റ് അഡ്വാൻസ് ടിപ്പാണ്. ഈ സാധനം എങ്ങനെ പോക്കേണ്ടത് ഞാൻ കുറേ നോക്കി എന്നിട്ട് കിട്ടിയതാണ്. ഓക്കെ. അപ്പം സെറ്റപ്പ് എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് നോർമലി നിങ്ങളൊരു രീതിയിൽ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയും കണ്ടിരുന്നതിന് വളരെ നന്ദി. ഓക്കെ, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഐഫോൺ ഇല്ലാത്ത കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറയാം നിങ്ങളെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾക്ക് ഐഫോൺ പോലെ ആക്കിയെടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശരി.